കുറെ ആളുകൾ ചെന്നിട്ട് ഇവിടെ പ്രചാരണം നടത്താൻ പാടില്ല എന്നൊരു ജനാധിപത്യ സംവിധാനത്തിൽ പറയുകയാണെന്നേ. അതെങ്ങനെയാണ് വെച്ച് പൊറപ്പിക്കാൻ കഴിയുക? അതിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. പക്ഷെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ പ്രചാരണത്തിന് വിഘാതം സൃഷ്ടിച്ചത് ആരാണ്? അവിടെ ആരാണ് വിഘാതം സൃഷ്ടിച്ചത്? അവിടെ പാർട്ടി പ്രവർത്തകരാണ് വിഘാതം സൃഷ്ടിച്ചത്. അവിടെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? ഇല്ല. ഇനി ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് പ്രചാരണം നടത്തിയത്ര അതുകൊണ്ടാണ് തള്ളി പറഞ്ഞതെന്ന്. ഹിന്ദിക്കാരോ മറ്റേതെങ്കിലും ആളുകളാവട്ടെ, ഇനി കൂലിക്ക് വാങ്ങുന്ന ആളുകളാവട്ടെ, അവരതിന് UDF അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അത് ആരോപണം തെറ്റാണെന്ന്. പക്ഷേ ആരെങ്കിലും ആകട്ടെ, അതാരാണെങ്കിലും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത്? അപ്പൊ അതിനെ തള്ളി പറയണ്ടേ? അപ്പൊ അതിലൊരു ഇരട്ടത്താപ്പില്ലേ? അതൊന്ന്. ഇനി ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരു മനുഷ്യന് ചെന്ന് നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അധപതനത്തിന്റെ ഏറ്റവും വലിയ നോക്കൂ, ഈ ലവ് ജിഹാദൊക്കെ എടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീശുന്നത് എന്തിനാണ്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? വട്ടിയൂർക്കാവ് പോലെ ഒരു മണ്ഡലത്തിൽ ഇതിന് എന്താണ് പ്രാധാന്യം? അപ്പോൾ പരമാവധി ധ്രുവീകരണം, പരമാവധി വിദ്വേഷം, പരമാവധി വെറുപ്പ്, മറ്റുള്ളവരെ പരമാവധി തള്ളിപ്പറയുക എന്ന് പറയുന്ന ഒരു ശീലമാക്കി അങ്ങ് എടുക്കും. ഞാൻ പണ്ടത്തെ BJP-ക്കാരെക്കാൾ വലിയ BJP-ക്കാരിയായി മാറിയിട്ടുണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ആ നിലക്കുള്ള പ്രചാരണം. ഗോപാലകൃഷ്ണൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. നോക്കൂ, ഇപ്പൊ വിദ്വേഷം വിറ്റ് വോട്ടുണ്ടാക്കാനുള്ള നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എങ്കിൽ വലിയ ഡയലോഗ് അടിക്കാൻ പോകാതെ അതങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക. ഏറ്റവും ചുരുങ്ങിയത് വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് നിങ്ങൾ ആരാണ്, ഞാൻ എല്ലാവരെയും കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ആരാണ് എന്നൊരു ബോധ്യമെങ്കിലും ഉണ്ടാകുമല്ലോ.